ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു കടല സ്റ്റൂ വെച്ചാലോ. ഇത് കുറച്ച് കടല കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ഉരുളക്കിഴങ്ങ്, സബോള, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടി ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചേക്കണതാണ്. അതിനകത്ത് പിന്നെ ഗരം മസാലയാണ്, ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കേട്ടോ. കറുവപ്പട്ടയൊക്കെ അത് പൊടിച്ചതും ഇതിനകത്തോട്ട് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് കുക്കറിലിട്ടൊന്ന് അടച്ച് വേവിക്കാവേ, ആ പൊടിയും കൂടി ഇട്ടിട്ട്. ഇനി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയുടെ കൂടുതൽ നമ്മൾ ചേർക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടല വെന്തതാട്ടോ. കടലയില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ കടല വെന്തതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് അരച്ചെടുക്കുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും കറി. ഇത് കണ്ടോ, കടലയും ഉരുളക്കിഴങ്ങൊക്കെ വെന്തതാണ് കേട്ടോ. ഞാൻ വെള്ളത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് കേട്ടോ. അത് നമുക്കൊന്ന് അരച്ചെടുക്കാവേ. അത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ ചീനിച്ചട്ടിക്കകത്തോട്ട് കറി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും കടലയൊക്കെ വെന്തത് ഞാൻ അരച്ച അരപ്പ് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. അത് കട്ടിയായിപ്പോയി, അതുകൊണ്ടൊന്ന് സ്പൂൺ കൊണ്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പൊടിച്ച കറുവപ്പട്ടയൊക്കെ ഇല്ല, അത് ഇച്ചിരിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് സ്റ്റൂ കറിയല്ലേ, അപ്പം ആ കറുവപ്പട്ടയുടെ ടേസ്റ്റും ഗ്രാമ്പൂൻ്റെയൊക്കെ വരുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും അല്ലേ സ്റ്റൂ കറിക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് ചേർക്കണത്. ഇത് സ്റ്റൂ പോലെ വെക്കുന്ന കേട്ടോ കടലക്കറിയെ. വേണ്ട, അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറി. ഇനി നമുക്ക് ഇതിനകത്തോടൊരു കടുകും കൂടെ പൊട്ടിച്ചൊഴിക്കാം. അതിനൊരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് കുറച്ച് കുഞ്ഞുള്ളിയും പിന്നെ 2 വറ്റൽമുളകും ശകലം കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് ശകലം പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ കടലക്കറിയായിട്ട് വറുത്തരച്ചൊക്കെയല്ലേ നമ്മൾ വെച്ചേക്കണം. സ്റ്റൂ കറി അങ്ങനെ ആരും വെക്കണം ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല കേട്ടോ അതിനെക്കുറിച്ച്. ഞാനൊന്ന് ജസ്റ്റ് വെച്ച് നോക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഇത് അതിനകത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കണം ശകലം മല്ലിപ്പൊടിയും ചേർക്കണം, ശകലം ഈ മീറ്റ് മസാലപ്പൊടി, ഒരു ശകലം, ഒത്തിരി ഒന്നും വേണ്ട, മീറ്റ് മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് യോജിപ്പിക്കാം കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട മീറ്റ് മസാല, നമ്മൾ പച്ചയ്ക്ക് അരച്ചാൽ തേങ്ങ വെച്ചേക്കണത്. ഇതേണ്ടേ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി കറി കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് വെച്ച് നോക്കണേ സ്റ്റൂ കറി. എല്ലാവരും ഈ ഗ്രീൻ പീസൊക്കെ വെച്ചല്ലേ സ്റ്റൂ കറി വെച്ചേക്കണം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് വേണം. ആ ഉരുളക്കിഴങ്ങ് അങ്ങ് ഉടയണം, അപ്പം നല്ല കൊഴുപ്പും ആകും. പിന്നെ ആ കടലയും കൂടെ അരച്ച് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇതേ നമ്മുടെ പുട്ടിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം കേട്ടോ. അതേ നല്ല ടേസ്റ്റി കറിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് വെച്ച് നോക്കണം കേട്ടോ. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.